ഇസ്ലാമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, സിൽമിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. സലാം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അത്. സലാമേ ആതിശേ സഞ്ജീർ ബാത്തിൽ ചോടനെ വാലേ, സലാമേ ഖാരിജെ ടൂട്ടേ ഹുവേ ദിൽ ജോടനെ വാലേ. അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലേ, അങ്ങേക്ക് സലാം. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ റസൂലേ, അങ്ങേക്ക് സലാം. സലാമത്ത്, ആ സലാമത്ത് ഉണ്ടെങ്കിലേ പൊട്ടിപ്പോയ ഹൃദയങ്ങൾ അവർക്ക് യോജിക്കുള്ളൂ. നമുക്കിന്ന് സലാമത്തു സദറില്ല, സലാമത്തു സദർ നമുക്കിന്നില്ല. നിസ്കാരമൊക്കെ ഉണ്ടാവും, തഹജ്ജുദ് നിസ്കാരം ഉണ്ടാവും, ദുആ നിസ്കാരം ഉണ്ടാവും, ഇശ്റാഖ് ഉണ്ടാവും, ഓബീൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അസ്സലാമു അലൈക്കും യാ കോയ എന്ന് പറയാൻ ഒരുത്തനുണ്ടാവില്ല. നിസ്കരിക്കാൻ വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ടാവൻ്റെ നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ, എന്നിട്ട് ഇവൻ ഇറങ്ങിയിട്ട് സലാം അലൈക്കും എന്ന് പറഞ്ഞ് കൈയെടുത്ത് നോക്ക്, ഓടെ തട്ടിത്തൂർ കളഞ്ഞിട്ട് പോകും. ഇയാളാ അവിടെ വൈബ്രേഷനിൽ നിസ്കരിച്ചത്. എന്താ ഫായിദ? അതുകൊണ്ട് മക്കളെ, സലാമത്ത് സദർ ഉണ്ടെങ്കിലേ സലാമത്തായി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ യുഡായിപ്പൊന്നും അള്ളാന്റെ അടുക്ക് നടക്കൂല കേട്ടോ. ഒരു സ്വഹാബി നടന്നു വരുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദ്ദേഹം ഇതാ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം നേരെ സ്വർഗത്തിലാണ് കേട്ടോ. സ്വർഗത്തിന്റെ അവകാശികളെ നിങ്ങൾക്ക് കാണണോ? ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ കടന്നു വരികയാ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ ജിജ്ഞാസയോടെ സഹാബാക്കൾ നോക്കി നിൽക്കുമ്പോ ഒരു സഹാബി, സാധുവായ സഹാബി, ചെരുപ്പും കയ്യിലെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. വലിയ പ്രശസ്തനല്ല, പ്രഗത്ഭനല്ല, ഈ പറയപ്പെട്ട വലിയ ഇബാദത്തുദാരിയല്ല, ഒന്നുമല്ല. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോക്കിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഹുവ മിനൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ് കേട്ടോ. സഹാബാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ചോദിക്കുകയാ, അല്ല സഹോദര, നിങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സ്വർഗാവകാശി എന്ന് പറയാനുള്ള കാരണം എന്തേ? ഇല്ല, എനിക്ക് നിങ്ങൾ പറയപ്പെടുന്നത് പോലെ പ്രത്യേകമായ കർമ്മങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരാളെ കുറിച്ചും അനാവശ്യമായി ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ മോശമായി അവരോട് പെരുമാറുകയോ അവരെ കുറിച്ച് മനസ്സിൽ അനാവശ്യമായി കരുതുകയോ ചെയ്തിട്ടേ ഇല്ല. ഒരുപക്ഷെ അക്കാര്യമായിരിക്കാം ഹബീബായ തങ്ങൾ ഞാൻ സ്വർഗത്തിലെന്ന് പറഞ്ഞത്.